അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷുഐബ് നബിയുടെ ജനതയുടെ ചരിത്രമാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനിയുള്ള 4 ആയത്തുകളിൽ മൂസാ നബിയുടെയും ഫറോവയുടെയും ചരിത്രം വളരെ ചുരുക്കി സൂചിപ്പിക്കുകയാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിട്ടുള്ളതും ആവർത്തിച്ചിട്ടുള്ളതും മൂസാ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. പല സൂറത്തുകളിലും അത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഈ സൂറത്തിൽ 4 ആയത്തുകളിൽ മാത്രമാണ് മൂസാ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ സൂറത്തിലെ 110-ാമത്തെ ആയത്തിൽ ഖുറൈശികൾ ഖുർആനോട് സ്വീകരിച്ച നിലപാടിനെ മുമ്പ് ഇസ്രായേലിയർ തൗറാത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനോട് ഉദാഹരിച്ച് പറയുന്നുണ്ട്. 96-97 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ ഇലാ ഫിർഔന വമലഇഹി ഫത്തബഉ അംറ ഫിർഔൻ വമാ അംറു ഫിർഔന ബിറശീദ്. വലഖദ് അർസൽനാ മൂസയെ നാം അയച്ചിട്ടുണ്ടായിരുന്നു. ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി, വസുൽത്താനിൻ മുബീൻ വ്യക്തമായ തെളിവുമായും. ഇവിടെ ആയാത്തുന എന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞത് അള്ളാഹു മൂസാ നബിക്ക് നൽകിയ പ്രവാചകത്വത്തിൻ്റെ തെളിവായി നൽകിയ വടി പാമ്പാകുന്നത് പോലെയുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ സുൽത്താനും മുബീൻ വ്യക്തമായ തെളിവ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, വ്യക്തമായ തെളിവ് സുൽത്താൻ എന്ന് പറയുന്നത് എല്ലാ തെളിവുകളും ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥമായ മൂസാ നബിക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥമായ തൗറാത്താണ് എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായമനുസരിച്ച് ആയാത്തുന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്നത് മൂസാ നബിക്ക് കിട്ടിയ അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതും, സുൽത്താനും മുബീൻ എന്നത് ഫിർഔന്റെ മുമ്പിൽ മായാജാലക്കാരുടെ മായാജാലത്തെ തോൽപ്പിച്ചുകൊണ്ട് മൂസാ നബി നേടിയ അത്ഭുത വിജയത്തെയുമാണ്. അതായത് മൂസാ നബിയുടെ വലിയ പാമ്പ് മായാജാലക്കാർ മാന്ത്രിക വിദ്യയിലൂടെ ഉണ്ടാക്കിയ പാമ്പുകളെയൊക്കെ വിഴുങ്ങുകയും മായാജാലക്കാർ മൂസാ നബിയുടേത് മാന്ത്രിക വിദ്യയല്ല ദൈവിക ദൃഷ്ടാന്തമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്ത സംഭവത്തെയാണ് സുൽത്താനിൻ മുബീൻ വ്യക്തമായ തെളിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായമുണ്ട്. മൂസാ നബിയെ അയച്ചത് ഫിർഔനിലേക്കും ഫിർഔന്റെ പ്രമാണിമാരിലേക്കുമാണെന്ന് ഇനി പറയുന്നു. ഇലാ ഫിർഔന വമലഇഹി, ഫിർഔനിലേക്കും അവന്റെ പ്രമാണിമാരിലേക്കും. അധിക പ്രവാചകന്മാരെയും ആദ്യം പിൻപറ്റിയ സത്യവിശ്വാസികൾ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരും പാവങ്ങളും ദുർബലരുമായിരുന്നു. അതിന് കാരണം ഈ പാവങ്ങൾ സമൂഹത്തിലെ മേലാളന്മാരുടെ പീഡനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവരായിരുന്നു. അവർ സ്വാതന്ത്ര്യവും സമാധാനവും ആഗ്രഹിക്കുന്ന അവസ്ഥയിലാണ് അവർക്ക് ഈ ലോകത്ത് സ്വാതന്ത്ര്യവും പരലോകത്ത് വിജയകരമായ ശാശ്വത ജീവിതവും ഉറപ്പു നൽകിക്കൊണ്ട് പ്രവാചകന്മാർ കടന്നു വന്നത് എന്നതുകൊണ്ടാണ് അവർ വേഗത്തിൽ പ്രവാചകന്മാരിൽ വിശ്വസിച്ചത്. ഇവിടെ മൂസാ നബിയുടെ കാര്യത്തിൽ അള്ളാഹു അദ്ദേഹത്തോട് ആദ്യം തന്നെ സമൂഹത്തിലെ ഉന്നതന്മാരിലേക്ക് നേരിട്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടു എന്നത് മറ്റു പ്രവാചകന്മാരുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇസ്രായേലിയരെ മോചിപ്പിക്കണമെന്ന് അദ്ദേഹം സധൈര്യം ഫിർഔനോട് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ജനങ്ങളെ അടിമകളാക്കുന്നതും പീഡിപ്പിക്കുന്നതും അവസാനിപ്പിക്കണമെന്നും അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കണമെന്നും ഫിർഔനോടും അവിടുത്തെ പ്രമാണിമാരോടും മൂസാ നബി പറഞ്ഞു. എന്നാൽ ഫത്തബഉ അംറ ഫിർഔൻ, അവർ ഫിർഔന്റെ കൽപ്പനയാണ് പിന്തുടർന്നത്. പ്രമാണിമാർ ഫിർഔൻ പറയുന്നത് കേൾക്കുകയും മൂസാ നബി പറയുന്നത് തള്ളിക്കളയുകയുമാണ് ചെയ്തത്. വമാ അംറു ഫിർഔന ബിറശീദ്, എന്നാൽ ഫിർഔന്റെ കൽപ്പന നേർമാർഗത്തിൻ്റെതായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഫിർഔൻ മൂസാ നബി പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രമാണിമാരും ആ നാട്ടിലെ എല്ലാ ജനങ്ങളും അത് അംഗീകരിക്കുമായിരുന്നു. എന്നാൽ അധികാരവും ഭരണവും സ്വാധീനവുമുള്ളവർ ഒരു കാര്യത്തെ തള്ളിക്കളയുമ്പോൾ അത് എത്ര സത്യമാണെങ്കിലും ജനങ്ങൾക്കിടയിൽ എളുപ്പത്തിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അല്ലെങ്കിൽ ജനങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും അത് സ്വീകരിക്കാൻ മടിച്ചു നിൽക്കും. അതാണ് ഈജിപ്തിൽ മൂസാ നബിയും മക്കയിൽ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നേരിട്ട അവസ്ഥ. ഇനി ഫിർഔനും അവൻ്റെ കൽപ്പനയ്ക്ക് പിന്നാലെ പോയവരും അന്ത്യനാളിൽ അനുഭവിക്കുന്ന അവസ്ഥയാണ് അടുത്ത 2 ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.